തിരുവനന്തപുരത്തെ പാളയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മഹാശോഭായാത്രയായി മാറുന്നതിന് മുമ്പുള്ള ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരും നിശ്ചല ദൃശ്യവും ഗോപികമാരും അങ്ങനെ എല്ലാവരും ഇപ്പോൾ അവിടത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രം, ഒരുപാട് ശോഭായാത്രകൾ വന്ന് സംഗമിച്ച് ഒരു മഹാശോഭായാത്രയായി അനന്തപുരി മറ്റൊരു അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് നീങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ അവിടെ? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മഹാശോഭായാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞാനുള്ളത്. എൻ്റെ കൂടെ ഒരു കുസൃതി കണ്ണൻ കൂടിയുണ്ട്. അത് കരഞ്ഞു തുടങ്ങി. ആരുഷി എന്നാണ് പേര്. ആരുഷിക്ക് 1.5 വയസ്സായിട്ടുള്ളത്. കണ്ണൻ കരയാണ്. മഹാശോഭായാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എനിക്ക് പിന്നിൽ കുറേ കണ്ണന്മാരെ നമുക്ക് കാണാം. ഈ ഇന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് ശോഭായാത്ര തുടങ്ങുന്നത്. തുടങ്ങിയതിന് ശേഷം ഇവിടെ നിന്നൊരു മഹാശോഭായാത്രയായിട്ടാണ് ഈ ഒരു ശോഭായാത്ര പോകുന്നത്. നമുക്കറിയാം, ഈ കുഞ്ഞിക്കണ്ണന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാർ, ഉണ്ണിക്കണ്ണന്മാരുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് രാധമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 11,500-ലധികം പോയിന്റുകളിൽ നിന്നാണ് സംസ്ഥാന വ്യാപകമായി ബാലഗോകുലം ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ശോഭായാത്ര സംഘടിപ്പിക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം പാളയത്തെ ഗണപതി ക്ഷേത്ര മുമ്പിലാണ്. അത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് ശോഭായാത്ര ആരംഭിക്കും. 8 കേന്ദ്രങ്ങളിൽ നിന്ന്, വികാസ് ഭവൻ, തമ്പാനൂർ അടക്കമുള്ള 8 കേന്ദ്രങ്ങളിൽ നിന്നും ചെറിയ ശോഭായാത്രകൾ, ഉപശോഭായാത്രകൾ ഇവിടെ എത്തും. ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുണ്ട്. ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതിനാഥ് തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ ഉടൻ തന്നെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകും. ശ്രീകൃഷ്ണ ജയന്തിയുടെ ബാലഗോകുലം സംസ്ഥാന നേതൃത്വമാണ്. സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എസ് പ്രസന്നകുമാർ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം അല്ലെങ്കിൽ ആ ഒരു ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകും. ആ സന്ദേശം നൽകിയതിന് ശേഷം ആയിരിക്കും ഔദ്യോഗികമായി ശോഭായാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരെ നമുക്കിവിടെ കാണാം, രാധമാരെ നമുക്ക് കാണാം. അവരോടൊക്കെ ഒരുപക്ഷെ അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം കുഞ്ഞു കണ്ണന്മാരാണ്, അവരാദ്യമായിട്ട് ഈ വേഷം കെട്ടുന്നതാണ്. പലർക്കും ഇഷ്ടപ്പെട്ട് അവർ ഈ വേഷം തെരഞ്ഞെടുത്ത് ഇവിടേക്ക് വരുന്നതുണ്ട്. നമുക്ക് ചില ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ ചാടിക്കളിച്ചും തുള്ളിക്കളിച്ചും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് തുടങ്ങിയാൽ മതി എന്നുള്ളൊരു ആവേശത്തിലേക്ക് ഈ ഉണ്ണിക്കണ്ണന്മാർ നിൽക്കുന്ന സാഹചര്യം കാണാം. ചില ഉണ്ണിക്കണ്ണന്മാരോട് നമുക്ക് പേര് കൂടി ചോദിച്ചു തുടങ്ങാം. മോനെ പേരെന്താ? പേരെന്താ? ആദിശങ്കർ. ആദ്യമായിട്ടാണോ കണ്ണവേഷം കിട്ടുന്നത്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പോകാൻ വേണ്ടി, തുടങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണോ? അവരോടൊക്കെ പറഞ്ഞിരുന്നോ ഇങ്ങനെ കൃഷ്ണന്റെ വേഷം കിട്ടുന്നുണ്ടെന്ന്? എങ്ങനെയുണ്ട് വേഷത്തിൽ നിന്നപ്പോ? നന്നായിട്ടുണ്ട്. അവളുടെ പേരെന്താ? ഗൗതമി. ഗൗതമി, എത്ര നാളായിട്ട് ഇങ്ങനെ വേഷം കിട്ടുന്നുണ്ട്? ആദ്യമായിട്ടാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അമ്മയോട് എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെ മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഫോട്ടോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തോ? തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ? അത്തരത്തിൽ കുഞ്ഞു മക്കളുടെയൊക്കെ സന്തോഷത്തിലാണ്. അവർ വളരെയധികം ഹാപ്പിയാണ്. കാരണം അവരുടെ ഇത്തരത്തിലൊരു വേഷത്തിൽ, പുരാതന വേഷമൊക്കെ കെട്ടി ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കൂടുതൽ ആളുകളെ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചില ആളുകൾ നമ്മളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വളരെ ഹാപ്പിയായിട്ട്, വളരെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയായി കണ്ണന്മാർ. നമ്മളിപ്പോൾ ആദ്യം കണ്ട ആരുഷിയൊക്കെ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷ്ണവേഷം കെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സക്ഷമയിലെ കുട്ടികൾ ഇവിടെയുണ്ട്. സക്ഷമ നമുക്കറിയാം. സക്ഷമയിലെ കുട്ടികളെ നമുക്ക് പ്രത്യേകമായി, അവർ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. അവർ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളിലും ഒക്കെയാണ്. എന്തായാലും ഇനി വളരെ കുറച്ച് സമയത്തിൻ്റെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ആരംഭിക്കാൻ. അതിനുശേഷം ഔദ്യോഗികമായി മഹാശോഭായാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. പക്ഷേ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിലൊക്കെയാണ്. ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ഈ ഒരു മഹാശോഭായാത്ര ഏകദേശം 50 വർഷത്തിലധികം പിന്നിടുകയാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു മഹാശോഭായാത്ര ആരംഭിച്ചിട്ടപ്പോൾ ആ ഒരു വർഷങ്ങളുടെയൊക്കെ പഴക്കം, ആ വർഷങ്ങളുടെയൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവരിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ കൃഷ്ണ നൃത്തം ആടുന്നവരുണ്ട്. സക്ഷമയിലെ കുട്ടികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരൊക്കെ മേക്കപ്പൊക്കെ ഇട്ട്, അവരെയൊക്കെ അതിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് അവരെ വളരെ സന്തോഷമൊക്കെ ആയിട്ടാണ് ഇവിടെ ഓരോരുത്തരും നിൽക്കുന്നത്. ചില കൃഷ്ണന്മാരെ നമുക്കിവിടെ കാണാം. ഉറിയടി കൃഷ്ണന്മാരെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അങ്ങനെ ഇനിയൊരു അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഒരു അമ്പാടിയാകാൻ തയ്യാറെടുക്കുകയാണ്. നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. തലസ്ഥാനത്ത് നിന്ന്, അനന്തപുരിയിൽ നിന്ന് പാളയം ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഔദ്യോഗികമായി മഹാശോഭായാത്ര ആരംഭിക്കാൻ. ശ്യാമ.